ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലാരും ഇല്ല, എല്ലാവരും ഓരോ വഴിക്ക് പോക്കും, എനിക്കും കുട്ടികൾക്ക് പോളിയോ എടുക്കാൻ പോകേണ്ട ദിവസം അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോനെ ഡയപ്പറൊക്കെ മാറ്റി തുണിയൊക്കെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഇങ്ങനെ രാവിലെ തന്നെ ചിണുങ്ങുന്നുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്തായാലും അങ്ങനെ അവിടെ കെടുത്തിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുടിച്ചിട്ട് വേണം നേരെ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കുടിക്കുക കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരുന്നാൽ അവൻ അങ്ങനെയൊക്കെ ഇങ്ങനെ കെടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെ തന്നെ റൂമിൽ തന്നെ വന്നിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ദോശ ഇടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം നിൽക്കണ്ട്, ഇക്കാക്ക് പോവാണ്ട്, ഉമ്മാക്കും പോവാണ്ട്, എല്ലാവർക്കും ഓരോ വഴിക്ക് പോകണം. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കാണ്. ഇതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് കുട്ടികളെ കൊണ്ട് പോളിയോ എടുക്കാൻ പോകാനായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ദോശ ഉണ്ടാക്കുകയാണ് വേഗം. ഇത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കണോ. ഇക്കതാ രാവിലെ തേങ്ങ ചിരകണം. ഇക്കാക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് അവിടെ ഇക്കാൻ്റെ നാട്ടിൽ. അപ്പോൾ ഇക്ക അങ്ങോട്ട് പോവുകയാണ്. ഞാനെന്താ കറിക്കുള്ള പരിപാടിയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. നിൽക്കുള്ള കാരണം പിന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ മോനെതാ പല്ലൊക്കെ തേപ്പിച്ച് അവനെ കുളിപ്പിക്കലൊക്കെ കഴിച്ചിട്ടാണ് കേട്ടൊക്കെ പോയത്. പല്ലേപ്പിച്ച് കുളിക്കുമ്പോൾ അവനെ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്രയും എനിക്ക് പണികളൊക്കെ കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദാഹിക്കാനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചില്ല കേട്ടോ. വേണ്ട അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ചൂടാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വണ്ടി കൊണ്ട് വെക്കുകയാണ് കേട്ടോ. കാരണം കുറേ ദൂരം പോകാണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇട്ട് പോയാലൊക്കെ പൊടിയൊക്കെ ആയിട്ട് ആകെ വയർപ്പും പൊടിയൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയി. അപ്പോൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. അങ്ങനെ പോകാം. അപ്പോൾ മോൻ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ കയ്യുമ്മ ഒരു മുറിയുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവന് മാമിയുടെ അടുത്തേക്ക് പോവുകയാണോ ചോദിക്കാണ് കേട്ടോ. മാമി പറയണത് സിസ്റ്ററിനെയാണ് കേട്ടോ പറയുന്നത്. മാമിയുടെ അടുത്ത് സൂചി വയ്ക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതൊന്നും വേണ്ട, അങ്ങനെ അവനെ ഓരോന്നും വേണ്ടതിൻ്റെ ഒക്കെ തന്നെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പച്ചി ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ മാമിയുടെ അടുത്തേക്ക് സൂചി വയ്ക്കാൻ പോവാണ് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പരാൾക്ക് സീനൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നാലെ ഓടാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ എൻഗേജ്മെൻറ്റിന് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനങ്ങനെ എടുത്തിട്ട് അപ്പോൾ അവനക്ക് പോയതിൻ്റെ ഒരു ചെറിയൊരു വിഷമം കേട്ടോ. അപ്പോൾ ആ ഒരു മൂടൊന്ന് ശരിയാവട്ടെ എന്ന് വെച്ചിട്ട് അവനങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം 5 മിനിറ്റ് എടുത്തിരുന്ന് അവൻ ഓക്കെ ആവും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതന്നെ ആലോചിച്ചിട്ടിരിക്കും അവനിപ്പോൾ ഉപ്പച്ചി ഏത് വഴിക്ക് പോയാലും ഭയങ്കര ഉമ്മച്ചി ഏത് വഴിക്ക് പോയാലും ഭയങ്കര ടെൻഷനും പേടിയാണ് കേട്ടോ. കാരണം അത്ര ദിവസം ഹോസ്പിറ്റലിൽ അവനിട്ട് നിന്നില്ല, അതിൻ്റെ ഒരു പേടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അടിച്ചു വരട്ടോ. അപ്പോഴേക്കും മറ്റാൾ ഉണർന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവനവിടെ കിടന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ സമയം ഒരു പരിധി വരെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വാശിയും പിന്നെ എന്തായി. അപ്പോൾ പിന്നെ അവനെ കുറച്ച് നേരം എടുത്തിട്ട് അവൻ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തോളിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നത്. വേഗം ഇങ്ങനെ തന്നെ പണികളൊക്കെ തീർക്കാമെന്ന് വെച്ചിട്ട് ഉമ്മ അവിടെ ചോറ് അരിയടുപ്പത്തിടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉമ്മ ചെയ്യുന്നുണ്ട്. ഉമ്മാക്കും പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ അതൊക്കെ കഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോനിങ്ങനെ ഒരു കയ്യിൽ തോളിലിട്ടിട്ടുണ്ട് കേട്ടോ. അവനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് കേട്ടോ അടിച്ചു വരുന്നത്. അപ്പോൾ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കിടത്തി പിന്നെ വേഗം തന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അടിച്ചു വരുന്നു കേട്ടോ. തുടയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തുടയ്ക്കാമെന്ന് എല്ലാത്തിനും കൂടിയിട്ടൊന്നും സമയമില്ല. അപ്പോൾ അത് കാരണം തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമല്ലോ. അപ്പോൾ അതിന് മുന്നേ പണികളും കൂടെ അപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഉമ്മാക്കും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും പോയിട്ടുണ്ട്. പിന്നെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. ഒരുവിധം പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി പണികളൊക്കെ മോനുണ്ടായിരുന്നു, താത്താൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. അപ്പോൾ അത് കാരണം വേഗം ചെയ്യാൻ പറ്റി. എല്ലാം പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പോളിയോ എടുക്കാൻ വേണ്ടി പോകാനുണ്ട്. അപ്പോൾ താത്താൻ്റെ മോള് വന്നിട്ടുണ്ട് പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗൻവാടി ഉള്ളത്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 വീട് അപ്പുറത്താണ് അംഗൻവാടി ഉള്ളത്. അത് കാരണം പിന്നെ അധികം ദൂരം പോകാനും അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറും കറി ഉപ്പേരി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അടിച്ചു വാരൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
പിന്നെ അലക്കൽ 2-3 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അലക്കുക. അത് കാരണം കൊണ്ട് പിന്നെ ആ പണിയില്ല. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ മോൻ കടയിൽ നിന്ന് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്കും പോകണം എൻ്റെ അടുത്തേക്കും പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ പോളിയോ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ് 3 വയസ്സാകുമ്പോൾ പിന്നെ ബാലവാടി കൊണ്ടുപോയി ഇരുത്തണം. അപ്പോൾ പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. അതാണ് അവന് പഠിക്കാൻ പോകുന്ന ബാലവാടി. ഇപ്പോൾ പോകണില്ല ഇൻഷാ അല്ലാഹ്. ഇനി പോകുമ്പോഴത്തേനുള്ള ബാലവാടി ഞങ്ങളവിടുത്തെ അങ്ങനെ തുള്ളി മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേർക്കും ഉണ്ട്. 5 വയസ്സിന് താഴെ എല്ലാ മക്കൾക്കും ഉണ്ടല്ലോ. അപ്പോൾ 2 പേർക്കും കൊടുത്തിട്ടും പിന്നെ മറ്റേതാണെങ്കിൽ നല്ല സീനുള്ളൂ കുത്തിയപ്പ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഒന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് അവൻ്റെ പോളിയോ എടുത്തതിൻ്റെ ഇതൊക്കെ നോട്ട് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ താത്താൻ്റെ വീട്ടിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ നേരെ പിന്നെ അവിടേക്കാണ് കേട്ടോ പോയത്. കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്നിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ താത്താൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ എന്നെ കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞു കേട്ടോ. നല്ല വെയിലാണല്ലോ. അങ്ങനെ അവൻ വണ്ടി എടുത്ത് വന്നിട്ട് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ചെയ്ത് പിന്നെ അവിടെ പിള്ളേരൊക്കെ ഉള്ള കാരണം ഇപ്പോൾ ഭയങ്കര വികൃതിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. നല്ല വെയിലാണല്ലോ. അപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോളിയോ എടുക്കാൻ ഇതാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് 2 പേരും ഉറങ്ങി. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്ക് കേട്ടോ. അവരൊക്കെ ഉറങ്ങി. ഞാനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വിശന്നപ്പോൾ എണീറ്റതാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. പുള്ളിക്കിഴങ്ങും കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളൻകിഴങ്ങ് ഉപ്പേരി ഉണ്ടായിരുന്നു. നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ 2 ഉള്ളി എടുത്തുവിട്ട് എനിക്കിങ്ങനെ ഉള്ളി ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉള്ളി കടിച്ചുകൂടി ചോറിനാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.